നമ്മളിൽ മിക്കവർക്കും ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ആ മാന്ത്രികനെ അറിയാമല്ലേ? പക്ഷെ നമ്മൾ ഈ കേട്ട കഥകളൊക്കെ വെറും കെട്ടുകഥകളാണെങ്കിലോ? ലോകം കണ്ട ഏറ്റവും വലിയ മാന്ത്രികന്റെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ യഥാർത്ഥ ചരിത്രത്തിലേക്കാണ് ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മളിന്ന് പോകുന്നത്. നൂറ്റാണ്ടുകളായി മറഞ്ഞുകിടക്കുന്ന ഒരു വലിയ രഹസ്യമാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സർവകാലത്തെയും മികച്ച ഈ മാന്ത്രികൻ ഭാവി വെറുതെ പ്രവചിക്കുകയായിരുന്നില്ല, മറിച്ച് അത് ജീവിച്ചു തീർത്തതാണെങ്കിലോ? അതെ, ആ നരച്ച താടിയുള്ള ശാന്തനായ മുത്തശ്ശൻ മാന്ത്രികന്റെ രൂപമൊക്കെയൊന്ന് മനസ്സിൽ നിന്ന് മാറ്റിക്കൊള്ളൂ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സമയം പിന്നോട്ട് സഞ്ചരിക്കാൻ ശപിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ തലച്ചോറിനെ പിടിച്ചുലയ്ക്കുന്ന വെൽഷ് ഇതിഹാസങ്ങളിലേക്കാണ്. നമ്മൾ കേട്ട കഥകളിൽ പുള്ളി രാജാക്കന്മാരെ ഉപദേശിക്കുന്ന കാമലോട്ടിലെ വലിയ ബുദ്ധിമാനായ മന്ത്രിയാണ്. എന്നാൽ യഥാർത്ഥ ചരിത്രം അങ്ങനെയല്ല. സ്കോട്ട്ലൻഡിലെ കാടുകളിൽ ഭ്രാന്തെടുത്ത് അലഞ്ഞുതിരിഞ്ഞ ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. പരിഷ്കൃതമായ ആർത്തർ രാജാവിന്റെ കഥകളും മേർഡിൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു പാവം മനുഷ്യന്റെ യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള അന്തരം ശരിക്കും വളരെ വലുതാണ്. ദ ബ്ലഡ് ഓഫ് ആഫ്റ്റർ, അല്ലെങ്കിൽ ആ മിത്ത് എവിടെ വെച്ച് തകർന്നു എന്ന് നമുക്ക് നോക്കാം. പുള്ളി എങ്ങനെയാണ് സമയത്തിന്റെ ചങ്ങലകളിൽ നിന്ന് വഴുതിമാറിയതെന്ന് മനസ്സിലാക്കാൻ ആ മനുഷ്യന്റെ യാഥാർത്ഥ്യബോധം തകർന്ന ആ കൃത്യനിമിഷത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ കഥയുടെ തുടക്കം രക്തരൂക്ഷിതമായ ഒരു യുദ്ധക്കളത്തിലാണ്. വർഷം CE 573, ആർഫ്ഡെറിഡ് യുദ്ധക്കളം. മെർഡിൻ എന്ന ഈ മനുഷ്യൻ തന്റെ നേതാവും സുഹൃത്തുക്കളും കൺമുന്നിൽ കിടന്ന് അതിക്രൂരമായി കൊല്ലപ്പെടുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ്. ശരിക്കും ഈ ഒരൊറ്റ സംഭവമാണ് അവന്റെ ജീവിതത്തെയും അവനെ സമയത്തോടുള്ള ബന്ധത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ചത്. ഈയൊരു കൂട്ടക്കുരുതിയുണ്ടാക്കിയ ട്രോമ അത് ചില്ലറയല്ലായിരുന്നു. അതോടെ മനുഷ്യരുടെ ലോകം തന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പുള്ളി സ്കോട്ട്ലൻഡിലെ കാടുകളിലേക്ക് ഒളിച്ചോടി. ഒരു പ്രേതത്തെപ്പോലെ ജീവിച്ചു എന്ന് തന്നെ പറയാം. ചെരുപ്പില്ലാതെ, ഇലകൾ മാത്രം ധരിച്ച്, കാട്ടിലെ പക്ഷികളോടും ചെന്നായ്ക്കളോടും മാത്രം സംസാരിച്ച് കാട്ടിലലഞ്ഞു നടന്നു. ഇതിനെയാണ് നമ്മൾ ദ വൈൽഡ് മാൻ അഥവാ കാട്ടുമനുഷ്യൻ എന്ന് വിളിക്കുന്നത്. നിയമങ്ങൾക്കും ഭരണങ്ങൾക്കുമൊന്നും ഒരു വിലയുമില്ലാത്ത, സമയം വളരെ പതുക്കെയും വിചിത്രമായും നീങ്ങുന്ന കാട്ടുജീവിതം. ചുരുക്കം പറഞ്ഞാൽ, സമയം മുന്നോട്ട് സഞ്ചരിക്കുന്ന സാധാരണ മനുഷ്യരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരാളായി അവൻ മാറി. അന്നത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഭയാനകമായൊരു കാര്യമുണ്ട് കേട്ടോ. ഇവന്റെ കൃത്യമായ പ്രായം നിർണ്ണയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ലോകത്തിന് പ്രായം കൂടുന്തോറും ഇവന് പ്രായം കുറഞ്ഞുകൊണ്ടിരുന്നു എന്ന്. കാട്ടിൽ കഴിച്ചുകൂട്ടും തോറും അവൻ കൂടുതൽ ചെറുപ്പമായി വരുന്നതുപോലെയായിരുന്നു അത്. ഇനി ഓർമ്മകളുടെ ശാപം അല്ലെങ്കിൽ ഭാവി അറിയുന്നതിന്റെ ഭാരം എന്ന ഈ ഭാഗത്തേക്ക് വരാം. ഏറ്റവും പഴയ ചരിത്രരേഖകൾ പറയുന്നത് ഇവന്റെ ദർശനങ്ങൾ വെറുമൊരു മാന്ത്രിക കാഴ്ചയായിരുന്നില്ല എന്നാണ്. ശരിക്കും അവന്റെ പ്രവചനങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. അതായത്, മെർഡിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചിട്ട് പോലുമില്ലാത്ത ഭാവിയിലെ രാജാക്കന്മാരെക്കുറിച്ചുള്ള ദർശനങ്ങൾ വെറും പ്രവചനങ്ങളായിരുന്നില്ല, മറിച്ച് അവൻ നേരത്തെ എത്തിയ ഓർമ്മകളായിരുന്നു. ഭാവി എന്ന് പറയുന്നത് അവന് ഓൾറെഡി കഴിഞ്ഞുപോയ ഒരു കാര്യം പോലെയായിരുന്നു എന്ന് സാരം. ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളും അത് തുടങ്ങുന്നതിനു മുൻപ് തന്നെ എങ്ങനെ തകരുമെന്നോ നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിലോ? അതൊരു വലിയ മാനസികാഘാതം തന്നെയാണല്ലേ. ഓരോ സൗഹൃദവും അതെവിടെ അവസാനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നശിപ്പിക്കപ്പെടുന്നു എന്നതാണിതിലെ ഏറ്റവും വലിയ ദുരന്തം. അതുപോലെ തന്നെ ഓരോ സന്തോഷവും അത് അധികം നീണ്ടു നിൽക്കില്ല എന്ന ഉറപ്പിൽ ഇല്ലാതാകുന്നു. അവന്റെ ഈ ഭ്രാന്ത് ശരിക്കും കഴിഞ്ഞ കാലത്തെ ദുഃഖത്തിൽ നിന്നല്ല ഉണ്ടായത്, മറിച്ച് വരാനിരിക്കുന്ന, അവന് മാത്രം കാണാൻ കഴിയുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള സങ്കടത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണർക്ക് അവൻ പിറുപിറുക്കുന്നത് വെറും കടങ്കഥകളായി തോന്നിയെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അത് നടന്നിട്ടില്ലാത്ത, എന്നാൽ ഭയങ്കര വേദന നൽകുന്ന ഓർമ്മകളായിരുന്നു. അതെ, ഇത് പ്രവചനങ്ങളല്ല, ഓർമ്മകളാണെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയാൻ കാരണം ഇതാണ്. ഈ ടേബിളിലുള്ളതുപോലെ ചരിത്രത്തിലെ മറ്റു പ്രവാചകന്മാരെ ഒന്ന് നോക്കൂ. പ്രവചനമെന്നത് മിക്കവാറും ഒരു ശാപം തന്നെയാണെന്ന് പുരാണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭാവി അറിയുക എന്നത് ആ കഴിവുള്ളവരുടെ മനസ്സിനെയോ ശരീരത്തെയോ തകർക്കുന്ന ഒന്നാണ്. എന്നാൽ മേർഡിന്റെ ശാപം മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി സമയം പിന്നോട്ട് ജീവിക്കുക എന്നതായിരുന്നു. സമയത്തിന്റെ രൂപം, വൃത്തങ്ങളും ഷാമന്മാരും. ഈ പുരാതന സംസ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സമയം പിന്നോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് നമ്മളിനി കണ്ടെത്താൻ പോകുകയാണ്. മെർഡിന്റെ ഈ കാട്ടുജീവിതം ഷാമൻ പാരമ്പര്യങ്ങളിലെ രീതികളുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ട്. പഴയ ലോകത്തിൽ നിന്നും പ്രതീകാത്മകമായി മരിക്കുക,
സാധാരണ സമയത്തിൽ നിന്ന് വേർപെട്ടുമാറുക, എന്നിട്ട് പുതിയൊരു കാഴ്ചപ്പാടോടെ തികച്ചും വ്യത്യസ്തനായി തിരിച്ചുവരിക. തന്റെ പഴയ വ്യക്തിത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി സമയത്തിന്റെ സാധാരണ ഒഴുക്കിനു പുറത്താണ് അവൻ ജീവിച്ചത്. ഇവിടെ നമ്മൾ സെൽറ്റിക് വിശ്വാസം കൂടി മനസ്സിലാക്കണം. അവർക്ക് സമയം ഒരു നേർരേഖയല്ല, അതൊരു ചക്രമാണ്. ജീവിതവും മരണവും അവസാനിക്കാത്തൊരു ചക്രത്തിന്റെ ഭാഗമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ പിന്നെ പിന്നോട്ട് നടക്കുക എന്നത് ഭ്രാന്തല്ലല്ലോ, അത് ആ ചക്രത്തിന്റെ എതിർദിശയിലൂടെ നടക്കുക എന്നത് മാത്രമാണ്. കാട്ടുമനുഷ്യനെ തിരുത്തിയെഴുതുന്നു. ചരിത്രം എങ്ങനെയാണ് ഈ പ്രവാചകനെ മാറ്റിയെഴുതിയതെന്നറിയണ്ടേ? ഭയന്നു വിറച്ച, സമയം പിന്നോട്ട് ജീവിച്ചൊരു കാട്ടുമനുഷ്യനായിരുന്നു അവനെങ്കിൽ പിന്നീടവൻ എങ്ങനെയാണ് ക്യാമലോട്ടിലെ ആ ബുദ്ധിമാനായ മുത്തച്ഛൻ മാന്ത്രികനായി മാറിയത്? ഈ ടൈം ലൈനിലൂടെ നോക്കിയാൽ നൂറ്റാണ്ടുകൾ നീണ്ട ഒരു വിസ്മയകരമായ പരിണാമം നിങ്ങൾക്ക് കാണാം. അവന്റെ യഥാർത്ഥ കഥയിലെ ഭയപ്പെടുത്തുന്ന ഭാഗങ്ങളെ പിൽക്കാല എഴുത്തുകാർ ബോധപൂർവം തന്നെ മായ്ച്ചു കളഞ്ഞു. 573 ആ ഭ്രാന്തിൽ നിന്നും 12-ാം നൂറ്റാണ്ടിലെ തിരുത്തിയെഴുതലിലേക്കും അവിടെ നിന്ന് 20-ാം നൂറ്റാണ്ടിലേക്കും കഥ മാറിമറിയുന്ന ആ യാത്ര ശരിക്കും അതിശയകരമാണ്. 12-ാം നൂറ്റാണ്ടിൽ ജെഫ്രി ഓഫ് മോൺമൗത്ത് പഴയ വെൽഷ് കവിതകൾ ശേഖരിക്കുകയും മെർദിനെ മെർലിനസായി മാറ്റിയെഴുതുകയും ചെയ്തു. ആ യഥാർത്ഥ കഥയിലെ ഭ്രാന്തും കാട്ടിലെ ജീവിതവുമെല്ലാം അവരങ്ങ് ഒഴിവാക്കി. പകരം രാജാക്കന്മാർക്ക് ഉപദേശം നൽകുന്ന തന്ത്രശാലിയായ ഒരു മന്ത്രിയായി അവർ ഈ കഥാപാത്രത്തെ പുനർജനിപ്പിച്ചു. പിന്നീട് വന്ന എഴുത്തുകാർ അവനെ ആർഥർ രാജാവിന്റെ കഥകളിലേക്ക് പൂർണ്ണമായും കൂട്ടിച്ചേർത്തു. അതോടെ ഈ പിന്നോട്ട് ജീവിക്കുക എന്ന ഭയപ്പെടുത്തുന്ന ആശയം കഥകളിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി. സമയത്തിനു പുറത്ത് ജീവിക്കുന്ന ആ മനുഷ്യന്റെ ചിത്രം ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയാം. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. 20-ാം നൂറ്റാണ്ടിൽ T.H. വൈറ്റ് എഴുതിയ ദി വൺസ് ആൻഡ് ഫ്യൂച്ചർ കിങ് എന്ന പുസ്തകം വരുന്നതുവരെ ആരും ഈ യഥാർത്ഥ കഥ ഓർത്തിരുന്നില്ല. ഭാവി ഓർമ്മിക്കാൻ കഴിയുന്ന മെർലിന്റെ ദുരന്തപൂർണമായ ആ അവസ്ഥ ഈ കൃതിയിലൂടെയാണ് വീണ്ടും ജീവൻ വെക്കുന്നത്. അതൊരു ഗംഭീര തിരിച്ചുപോക്കായിരുന്നു. നിങ്ങൾ ഭാവിയെക്കുറിച്ച് എത്രത്തോളം കാണുന്നുവോ അത്രത്തോളം വർത്തമാനകാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. ഈ ഒറ്റ വാചകം മതി യഥാർത്ഥ കഥയുടെ സത്യം, മറുടിന്റെ ശാപത്തിന്റെ ഭാരവും നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഏറ്റവും ഭയപ്പെടുത്തുന്ന ആശയവും ഇതുതന്നെയാണ്. അപ്പം മെർലിൻ ശരിക്കും സമയത്ത് കീഴടക്കിയോ, അതോ നമ്മൾ അവിടെ എത്താൻ വേണ്ടി ചരിത്രത്തിന്റെ അവസാനത്തിൽ അവൻ കാത്തുനിൽക്കുകയാണോ? ചിലപ്പോൾ അവനൊരു മാന്ത്രികനെ ആയിരുന്നില്ലായിരിക്കാം. എല്ലാം അവസാനിക്കുന്നിടത്ത് എത്തിച്ചേർന്ന് നമ്മൾ അവിടെ എത്തുന്നത് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനായിരിക്കാം. സമയത്തെക്കുറിച്ചുള്ള ഈയൊരു ചിന്തയോടുകൂടി നമ്മുടെ ഈ എക്സ്പ്ലെയിനർ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ രസകരമായ വിവരങ്ങളുമാണ് നമുക്ക് വീണ്ടും കാണാം.